നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. അപ്പോ അവൾക്ക് ആ ദേഷ്യമൊക്കെ അങ്ങ് മാറും. അവള് തന്നെ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പ്രഭേ. അതത്ര കാര്യമാക്കാനൊന്നും ഇല്ലെന്നേ. രണ്ടാളുടെയും ജീവിതത്തിന്റെ തുടക്കമല്ലേ. അപ്പോ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം. സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഭാര്യ അത്രയേറെ സ്നേഹത്തോട് വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് പകരം ഏതോ ഒരുത്തി വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന് വരിക. ശ്രീകുട്ടി ആയതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. മോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവിടെ ഭൂകമ്പം നടന്നേനെ. അതാ മോള് കുഞ്ഞായി ഇരുന്നപ്പോ മുതൽ എല്ലാരും പറയുന്നത് ശ്രീകുട്ടിക്ക് അച്ഛന്റെ സ്വഭാവമാണെന്ന്. അപ്പോ അവിടെ ഞാൻ തന്നെ കുറ്റക്കാരി. താലി കെട്ടി ആ വീട്ടിലേക്ക് മോളെ അയച്ചിട്ടേ അധിക നാള് പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒരമ്മയ്ക്ക് അതിന്റെ വേദന മനസ്സിലാവൂ. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ആ വേദന മനസ്സിലാകും. പക്ഷെ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടതാ ഞാൻ പറയുന്നത്. എന്റെ മോള് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയാ. അങ്ങനെ ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്. എന്നിട്ടാണോ പിണങ്ങി ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോൾ അങ്ങനെ ചിന്തിച്ചു. ക്രമേണ അവൾക്ക് സ്വയം കാര്യങ്ങൾ ബോധ്യമാവും. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. വീണ്ടും ആ ലച്ചുള്ള വീട്ടിലേക്ക് എന്റെ മോള് പോണോന്നാ പ്രഭ പറയുന്നതല്ലേ? ലച്ചുവിനെ നമ്മളെക്കാൾ കൂടുതൽ ശ്രീകുട്ടിക്കറിയാം. പിന്നെന്താ? ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മ എന്ന നിലയിലെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പിന്നെ നേരെ വണ്ടി എടുത്ത് നമ്മൾ രണ്ടാളും മംഗലശ്ശേരിയിലേക്ക് ചെല്ലണം. എന്നിട്ട് ആ നാശം പിടിച്ച ലച്ചുവിനെ അവിടുന്ന് പടിയിറക്കി വിടണം. അപ്പൊ എന്റെ ശ്രീകുട്ടിക്ക് ആ വീട്ടിൽ സമാധാനമായിട്ട് താമസിക്കാം. ഇല്ലമ്മേ, ലച്ചുൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് പറഞ്ഞ അതെനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യോ? ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? എനിക്ക് ലച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. എന്നിട്ടാണോടി നീ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? എനിക്ക് അവളുടെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. സഞ്ജുവിന്റെ ഭാര്യ എന്നതുപോലെ അധികാരം കാട്ടുന്നത്. അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അതിനാ ഞാൻ പറഞ്ഞത് എങ്ങനെയും ലച്ചുനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോന്ന്. ലച്ചു എനിക്ക് ചെയ്തു തന്ന നന്മകളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. ഇല്ല, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കാനും പാടില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ ഇഷ്ടമാ. ഇക്കാര്യത്തെ ചൊല്ലി അച്ഛനും അമ്മയും തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട. ഇവിടെ അമ്പിനും വില്ലിനും അടുക്കാതെ നിന്നാൽ എങ്ങനെയാ? ഇനിയും നിനക്ക് ശ്രീകുട്ടിയുടെ മനസ്സ് മനസ്സിലായില്ലെന്ന് പറഞ്ഞ കഷ്ടമാ. ഞാൻ പറഞ്ഞില്ലേ, മോള് പക്വതയോടെ ചിന്തിച്ചു തുടങ്ങി. ഇനി നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം നന്നായിട്ട് തന്നെ അവസാനിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.